ആക്ച്വലി ആഷിക്ക് പറയുന്ന വെച്ചിട്ടാണ് ഞാൻ വിട്ടുന്നത്. അപ്പൊ ഇത് ട്രൈ ചെയ്യാം. എന്താണ് ഒന്നുകൂടെ പറയോ? കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി. പീടി പറയണം കേട്ടോ. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുട്ടി തപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. 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 ഞാൻ ഒന്ന് തപ്പി ഒപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പേര് അലൻ എന്നാണ്. B5 കൊച്ചിയിലാണ്. 2024 ഇനി ഞാൻ വർഷം പറയുന്നില്ല. എല്ലാവരും കാത്തിരുന്ന സെഷനിലേക്ക് കടക്കാം. നമുക്ക് ഫർദർ ഡിലേ ചെയ്യുന്നില്ല. So next we are moving on to the most awaited session, whether it is a business, marketing or entertainment. The trend should be followed, right? That's how the modern media works. Here we are with the best creators to share the stories of crafting colorful content into the trend of viral world. I invite Binsi to take over the stage. Thank you. ഒരു ട്രെൻഡ് നമ്മളിപ്പം ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കേതാ? ട്രെൻഡ്, വൈറൽ, ഇതൊക്കെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകൾ അല്ലെ? ഇപ്പൊ മലയാള സിനിമ എടുത്താൽ പോലും, മലയാള സിനിമ എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറൽ ആയിട്ടുള്ള പല ഡയലോഗ്സും സിനിമയിൽ ഉടനീളം കാണാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഡയലോഗ് ആർക്കെങ്കിലും അറിയോ? എന്തോ കേൾക്കുന്നില്ല, ഓർക്ക് പറയോ? ഓക്കെ, സോറി, എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. ഓക്കെ, അതുപോലെ പ്രേമല സിനിമ എല്ലാവരും കണ്ടതല്ലേ അല്ലേ? അതിൽ കുറേ ഡയലോഗ്സ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് റിപ്പീറ്റഡ്ലി കണ്ട് വൈറലായ ഡയലോഗ്സ് ആയിരുന്നു അല്ലേ? അങ്ങനെ കുറെ സിനിമകൾ നമ്മള് ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ട്രെൻഡ് ആയിട്ടുള്ള വൈറൽ ആയിട്ടുള്ള ഡയലോഗ്സ് നമ്മൾ ത്രൂ ഔട്ട്സ് മലയാള സിനിമയിൽ കാണുന്നു. അങ്ങനെ മൊത്തം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയങ്കരമായിട്ട് നോക്കിക്കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് ഈ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത്, മാർക്കറ്റിംഗിൽ എങ്ങനെ ഈ സെറ്റ് ചെയ്യുന്ന ട്രെൻഡിനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ള കുറച്ച് സംസാരത്തിലേക്കാണ് നമ്മൾ അടുത്ത കടക്കാൻ പോകുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ആർ ഇൻഫ്ലുവൻസേഴ്സ് ഓൺ ദ സ്റ്റേജ്. ആദ്യമായിട്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ ഭക്ഷണം കൊണ്ട് കൊതിപ്പിച്ചൊരു മനുഷ്യനാണ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ കേരള ഓൺ ദി സ്റ്റേജ്. പക്ഷെ ഡെയിലി പ്ലാനിങ് നടക്കുന്നുണ്ട്. ആരാ പറഞ്ഞേ? ഡെയിലി പ്ലാനിങ് നടക്കുന്നുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഇസാൻ മുഹമ്മദ്, റിയൽ ക്രിയേറ്റർ. ഇൻസ്റ്റഗ്രാമിലെ ഡാൻസ് കളിച്ച് വൈറലായ കാരണം അങ്ങ് ഹിന്ദിക്കാരുടെ അല്ലെങ്കിൽ ബോളിവുഡ് വരെ പോയി ഡാൻസ് കളിച്ച ചൈതന്യ പ്രകാശ് ആണ് നമുക്കുള്ളത്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ് ചൈതന്യ പ്രകാശ് ടു ദ സ്റ്റേജ്. M4Tech കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. നമുക്ക് വേഗം അദ്ദേഹം കൂടെ നമ്മളോട് ജോയിൻ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ദ സെഷൻ. ഹായ്, എൻ്റെ പേര് ചൈതന്യ പ്രകാശ്. ഒരിക്കലും ഞാനിവിടെ ഇങ്ങനെ വരണം എന്നൊരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല. എനിക്ക് വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഈ കുട്ടിയൊക്കെ ഇട്ട് കൂൾ കിട്ടായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചൈതന്യ_പ്രകാശ്_ ആണ്. ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്
എൻ്റെ കുറേ ഡാൻസ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറേ റിലേറ്റബിൾ സ്റ്റഫ് കാണാൻ പറ്റും, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇസാന്റെ വർത്താനം കേൾക്കാനാണ്. കേരളത്തിലെ ഇൻസ്റ്റഗ്രാമിനെ മുഴുവൻ തൂത്തുവാരി എടുത്ത ഒരാളാണ് ഇസാൻ അല്ലേ? ഇസാന്റെ വർത്താനം പറഞ്ഞേ കേൾക്കട്ടെ. വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ ഇനി പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ വരും. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. എൻ്റെ പേര് എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. കുറച്ച് പേർക്ക് അറിയാം. എൻ്റെ പേര് ശരിക്കും ഗോവിന്ദ് എന്നാണ്. കേരള കുടി എന്നാണ് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയാം. അതെ, എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനിങ്ങനെ ആക്ച്വലി പരിപാടിക്കൊന്നും വരാറില്ല. പിന്നെ എൻ്റെ അടുത്ത് ആദ്യം വിളിച്ചത് ജിനിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ വിചാരിച്ചു ഓ ഇവരൊന്നും ഇല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇവിടെ ഒന്ന് 2 വർത്താനം പറഞ്ഞ പൈസക്കിലും ഓർമ്മയുണ്ടാവും, പേര് ഓർമ്മയുണ്ടാവും. അടുത്ത പ്രാവശ്യം ഇന്നൊരു ബ്രാൻഡ് വന്നിട്ടുണ്ട്, അപ്പൊ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരെയൊക്കെ നോക്കണം എന്ന് ആലോചിക്കുമ്പോ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ ആലോചിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത്. അപ്പോ അത് തന്നെ ബിസിനസ്. നമുക്ക് ലാഗ് ചെയ്യാത്ത സെഷനിലേക്ക് പോകാം. 3 ടൈപ്പ് ഓഫ് ക്രിയേറ്റേഴ്സ് ആണ് ഇതല്ലേ? ചൈതന്യ കുറച്ചുകൂടി ഡാൻസ് റീൽസ് അങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇസാൻ കുറച്ചും കൂടെ എന്റർടൈൻമെന്റ് ആയിട്ട് റിയൽ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആള്. അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് കേരള ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ മലയാളി ഓഡിയൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് വന്നാലും അതിനെ ഭയങ്കര 2 കൈ നീട്ടി എപ്പോഴും സ്വീകരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഓഡിയൻസ് ആണ് മലയാളികൾ. അതുപോലെ തന്നെ ക്രിറ്റിസിസംസും ഒരുപാട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുള്ള ഒരു ഇതാണ് മലയാളികൾ എന്ന് പറയുന്നത്. അവിടെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് എപ്പോഴും ഒരേ കോണ്ടന്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ഡാൻസ് വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് എൻ്റെ എല്ലാ ഒരു 5 days അടുപ്പിച്ച് ഞാൻ ഡാൻസ് വീഡിയോസ് ഇടുവാണെങ്കിൽ അത് ആളുകൾക്ക് പെട്ടെന്നൊരു മടുപ്പ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ റിലേറ്റബിൾ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. അത് പെട്ടെന്നൊന്ന് ആളുകൾക്ക് ഒരു റീച്ച് കുറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ എപ്പോഴും ക്രിറ്റിസിസം ആണോന്ന് അറിയില്ല, ഈവൻ എനിക്കും മെസ്സേജിൽ വരാറുണ്ട്. ഇപ്പൊ കുറേ റിലേറ്റബിൾ സ്റ്റഫ് ആണല്ലോ ഇടുന്ന, ഒരു ഡാൻസ് വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി കോണ്ടന്റ് ഇടൂ, ബ്യൂട്ടി വീഡിയോ ഇടൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓഡിയൻസ് തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഓഡിയൻസ് ആണ് ഏറ്റവും വലുത്, നമ്മുടെ വ്യൂവേഴ്സ് ആണ് ഏറ്റവും വലുത്. അപ്പൊ അവര് തരുന്ന സജഷൻസ് നോക്കി ഓക്കെ ഇങ്ങനെ എനിക്ക് 2 കമന്റ്സ് വന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട് ദൈവം സമ്മതിച്ചു. അങ്ങനെ ഇസാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നുന്നത് എവിടെ വെച്ചിട്ട്? എവിടെയെങ്കിലും വെച്ചിട്ട് അയ്യോ സ്റ്റക്ക് ആയി പോയോ, എന്റെ കോണ്ടന്റ് ക്രിയേഷൻ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അപ്പൊ എന്നാ ചെയ്യാറ് ഇസാൻ? പ്ലാനിങ് അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞു. ചില നേരം ദേഷ്യം പിടിക്കാറുണ്ട്, ചില നേരം നന്നായിട്ട് തോന്നാറുണ്ട്. പിന്നെ അങ്ങനെ പോണം. ഇസാൻ എങ്ങനെയാ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നത്? ആരാ പറഞ്ഞത് എങ്ങനെ ഇട്ടാ ഇസാന്റെ കാര്യം കുറച്ച് നല്ല രസമാണ് അങ്ങനെയൊക്കെ ആരാ പറഞ്ഞു തന്നത്? ഇത് വീഡിയോ ഒക്കെ നല്ലതായിരിക്കും, അതെങ്ങനെയാ തോന്നിയത്? അതിന്റെ ബ്രദർ കണ്ടുപിടിച്ച് ഫസ്റ്റത്തെ വീഡിയോ തന്നെ നല്ല റീച്ച് കാണിക്കണം. അതിൽ പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഇസാൻ ഏറ്റവും കൂടുതൽ മെസ്സേജസ് എന്തൊക്കെയാ? നമുക്ക് ഇൻബോക്സിൽ കുറെ മെസ്സേജ് വരുമല്ലോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇസാന്റെ വീഡിയോസ് ഇസാന് സന്തോഷം തോന്നിയൊരു മെസ്സേജ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇനി ഇസാനെ പോലെ കുറെ കുട്ടികൾ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഇസാനെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് സ്വന്തമായിട്ട് റിയൽ കോണ്ടന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പൊ അവരോട് ഇസാൻ എന്താ പറയാനുള്ളത്? എങ്ങനെ കോണ്ടന്റ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസാന്റെ പെർസ്പെക്റ്റീവില്? നന്നായിട്ട് അഭിനയിക്കുക, അങ്ങനെ ഒന്ന് അഭിനയിച്ച് കാണിക്കുമോ?
പ്ലാനിങ്ങിന്റെ ഡയലോഗ് ഒന്ന് പറയുമോ? പറയും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചു. പ്ലാനിങ് ഡെയിലി നടക്കട്ടെ, പ്ലാനിങ് ഡെയിലി നടക്കട്ടെ. സൂക്ഷ്മദർശിനിയിൽ ആ ഡയലോഗ് വന്നു അല്ലേ, നസ്രിയ പറഞ്ഞു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ആ ഡയലോഗ് നമ്മൾ സിനിമ കണ്ട് തീർത്തു. അതിനുശേഷം ഇൻസ്റ്റഗ്രാം റീൽസിൽ കുറച്ച് നാൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. നസ്രിയ പറയുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല, പക്ഷെ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്. ആ വീഡിയോ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ദ ഒറിജിനൽ ക്രിയേറ്റർ പറഞ്ഞിട്ട് ഇസാൻ പറയുന്നത്. അത് കണ്ടപ്പോ എന്താ ഇസാന് തോന്നിയേ? നല്ല സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. കേരള ഫുഡി ഗോവിന്ദ് എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുന്നതിനപ്പുറം ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളുടെ കഥകൾ അല്ലെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ എപ്പോഴും കവർ ചെയ്യും. ലൈക്ക് ബയോയിൽ പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ ഒരു സ്റ്റോറി ടെല്ലർ ടൈപ്പ് ഓഫ് ക്രിയേറ്റർ ആയിട്ടാണ് സ്വന്തമായിട്ട് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ ഇടയിൽ കാണുന്നത്. സോ അത്തരത്തിൽ ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഒരു ഫുഡിങ് ഇത് രണ്ടും കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്തു പോകുന്നത്? എനിക്ക് ആക്ച്വലി കൂടുതൽ ഇഷ്ടം സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഫുഡ് ഇഷ്ടമാണ്, ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണ്, അതുപോലെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ സ്റ്റോറി ടെല്ലിംഗ് പാർട്ടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ കുറെ നാളിപ്പോ എനിക്കിപ്പോ ജോലിയൊന്നും ഇല്ലേ, അപ്പൊ സ്റ്റോറി മാത്രം ടെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് ചില ബ്രാൻഡുകൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ അതല്ല ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഈ സ്റ്റോറി ടെല്ലിങ്ങും കുറച്ച് ഡോക്യുമെന്ററി കൈൻഡ് ഓഫ് വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് പോകുന്നു. ചിലപ്പോ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളതൊക്കെ ഇടാൻ നോക്കും. അല്ലാത്തപ്പോ എനിക്കിഷ്ടമുള്ളത് വീഡിയോസ് ചെയ്യും. എനിക്കിഷ്ടമുള്ള വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ബോറടിക്കാറ്. എപ്പോഴും നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഇടാൻ പോയി കഴിഞ്ഞാൽ നമുക്കിതൊരു ജോലിയായിട്ട് തോന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജോലി അല്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴും ഒരു മടുപ്പൊന്നും ഇല്ലാത്തത്. അതാണ് അതിന്റെ കാര്യം. More like a following passion. Yeah. Yes. ഗവൺമെന്റ് ജോബ് ഉണ്ടായിരുന്നില്ലേ നേരത്തെ? Yes. അത് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാം. അതും എപ്പോഴും നമുക്കിതൊരു ഉറപ്പില്ലാത്ത ഫീൽഡാണ്. എപ്പോൾ വേണമെങ്കിലും ലൈക്ക് അങ്ങനെ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ട് മാത്രം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള വക കിട്ടൂല. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുമ്പോ എപ്പോഴും ഇതിനകത്തൊരു ചലഞ്ചിങ് പോർഷൻ ഉണ്ട്. അപ്പൊ അത്രയും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷൻ മാറ്റി ഇതിലേക്ക് വരാനെടുത്ത ആ ഒരു മൊമെന്റ് അതെങ്ങനെയായിരുന്നു എത്തിച്ചത്? ഇത് ആക്ച്വലി ഞാൻ 12 years ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്തതാണ്. 12 വർഷം ഞാൻ ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആ ജോലി ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും ഭയങ്കര സിൻസിയർ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും സിൻസിയർ ആയിട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാന്നുള്ളതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു അത് ഇൻസ്പിറേഷനായിട്ട് പറയുമ്പോഴും എങ്ങനെ പറയുകയാണെങ്കിലും. പക്ഷെ ഞാനത് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. സോ മേ ബി കുറച്ച് പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഫെയിലായി മാറാം. ഇതിന് ഒരു ഉറപ്പൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ എടുത്തൊരു തീരുമാനത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോലി കളഞ്ഞ ആളാണ് ഞാൻ. അതെനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിക്ക് കളഞ്ഞ ആളാണ്. നമ്മള് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം ഒരു ഏജ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ആയി ലൈഫിലൊന്നും സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റോടുകൂടി ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്ത് ഫെയിൽ ആവുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. യെസ്, നമുക്കിപ്പം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഗ്രഹം ഇൻഫ്ലുവൻസറിന് എന്നതിനേക്കാൾ മുകളിൽ ഇതൊരു ആസ് എ പാഷൻ കോണ്ടന്റ് ക്രിയേഷൻ ആണല്ലോ. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നാണ് തോന്നുന്നത്? സ്റ്റാർട്ട് ഫ്രം ഫെയിലിയർ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പറയാനുള്ള ഒരു സ്റ്റെപ്പ്. ആരും ഒരു ബെസ്റ്റ് കോണ്ടന്റ് തന്നെ ആദ്യം കൊടുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരും ബാഡ് കമന്റ് ചെയ്യും അല്ലെങ്കിൽ അത് മോശമാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ കുറച്ചും കൂടി നല്ല വീഡിയോസ് ആയിരിക്കും. അപ്പൊ അത് വെച്ച് നമ്മൾ തന്നെ നമ്മളെ കമ്പയർ ചെയ്യും. പക്ഷെ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. നമ്മൾ ആദ്യം ഇടുന്ന വീഡിയോ ഭയങ്കര മോശമായിരിക്കാം. രണ്ടാമത് ഇടുന്ന വീഡിയോ അതിലത്തെ കുറച്ച് മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്ത് അത്
മാറ്റി വീണ്ടും ഇടുന്നതായിരിക്കാം. അങ്ങനെ 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 സോ ഇതൊരു സ്ലോ ആദ്യം തന്നെ എപ്പോഴും നമ്മളൊരു നല്ല വീഡിയോ അങ്ങോട്ട് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനും നല്ലൊരു വീഡിയോ ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് എ സിനിമ, ഒരു ഡയറക്ടർ ആദ്യം തരുന്നൊരു സിനിമ ഗംഭീര പടമാണ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത പടം ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ്കോഴ്സ് നമുക്കത് ആളൊരു ഫെയിലിയർ ആയി നമുക്ക് തോന്നും. നമ്മൾ സ്ലോലി നമ്മുടെ കയ്യിലുള്ള സ്റ്റെപ്പ് കാണിച്ചാൽ മതി. നമ്മളിൽ വലിയൊരു സ്റ്റെപ്പ് ഉണ്ടെങ്കിലും നമ്മൾ വളരെ ഹമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കൊളാബറേഷൻസ്, ബ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ ചൈതന്യ സ്ഥിരമായി ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇതിനെ പറയാം, നമ്മളിപ്പോൾ ചില എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ട്. ഇൻഫ്ലുവൻസസ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു സാധ്യതകളുള്ളൊരു ഓപ്ഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അങ്ങനെ അത്തരത്തിലൊരു ബ്രാൻഡ് കൊളാബറേഷന് ചൈതന്യ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാനാണ് ചൈതന്യ ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക എന്ന് തോന്നിയിട്ടുള്ളത്? ഞാൻ എല്ലാ ബ്രാൻഡ്സും ചെയ്യാറില്ല. എനിക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സാണ്. ഇപ്പോൾ ബ്യൂട്ടിയുടെ കേസിലാണെങ്കിൽ അങ്ങനെ, ടെക്കിൻ്റെ കേസിലാണെങ്കിൽ എനിക്കെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള ബ്രാൻഡ്സാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ പണ്ടൊക്കെ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു. അവരെന്താണോ പറയുന്നത് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കുറേ മാറിയിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ബ്രാൻഡ്സ് ആയാലും നമ്മളോടും സജഷൻസ് ചോദിക്കും. നമ്മൾ പറയുന്ന സജഷൻസ് അവർ ഓക്കെ മൈൻഡിൽ എടുക്കാനായിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എന്താ എക്സ്പെക്ടേഷൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ റീച്ചിന് ഉപരി എനിക്കിപ്പോൾ ഒരു ബ്രാൻഡുമായിട്ട് എനിക്ക് ഇപ്പോൾ ആ ബ്രാൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് തരണം എന്നുണ്ടെങ്കിൽ എന്താണോ ഇപ്പോൾ അവർ തരുന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അത് ടെക് ആയാലോ അല്ലെങ്കിൽ ബ്യൂട്ടി ആയാലോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക. അത് നമ്മളുടെ ഒരു ഫ്രീഡത്തിൽ കറക്റ്റായിട്ട് അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അവരുടെ മൈൻഡിൽ എന്താണുള്ളത് അത് നമ്മൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ റീച്ച് എന്നുള്ളത് അവർക്കൊരു പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല. അവർ ആഡ് റൺ ചെയ്യിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് കുറേയും കൂടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്തൊരു ബ്രാൻഡുമായിട്ട് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെയും വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് എനിക്കത് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്കതിനുള്ള ഫ്രീഡം അവർ ചെറുതായിട്ടല്ല നല്ലോണം തരുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് മെയിൻലി ഉള്ളത്. അപ്പോൾ ചൈതന്യ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റീവ് ഫ്രീഡം ആണ്. ഇപ്പോൾ ചൈതന്യ ഒരു മാർക്കറ്റർ സമീപിക്കുകയാണ്, അതായത് ഇന്ന പോലെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസർ കൊളാബറേഷന് താല്പര്യമുണ്ട്. ആ മാർക്കറ്റർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അവിടെ എന്താണ് ചൈതന്യ എക്സ്പെക്ട് ചെയ്യുന്നത്? അതായത് ഒരു 2-way വർക്ക് ആണല്ലോ, ഇവിടെ പറയുന്ന കാര്യം അപ്പുറത്തും കമ്മ്യൂണിക്കേറ്റഡ് ആവണം. അപ്പൊ എത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അത് പോസിബിൾ ആകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ബ്രാൻഡ് വീഡിയോ നമ്മുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ അത് ബ്രാൻഡ് പറയുന്ന പോലെ മാത്രം ചെയ്താൽ അങ്ങനെ വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന പോലെ മാത്രം ചെയ്താലും അതങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 പേരുടെയും കൂടെ സജഷൻസ് ഏറ്റെടുത്ത് നമ്മൾ അത് കറക്റ്റായിട്ട് മീറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം വെച്ച് പ്രോപ്പറായിട്ട് പോയാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അതൊരു പ്രോപ്പർ വീഡിയോ ആയിട്ട് വരുള്ളൂ. ആൻഡ് വൺസ് അഗൈൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇൻഫ്ലുവൻസർ മാർക്കറ്റേഴ്സ് ചൈതന്യെ സമീപിക്കുമ്പോൾ ഏത് രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കണം നടത്തേണ്ടത്? അതായത് എങ്ങനെ അപ്രോച്ച് ചെയ്താലായിരിക്കും ചൈതന്യക്ക് മനസ്സിലാവും ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ നല്ലതാണ്? ബിക്കോസ് ഇവിടെ ഒരുപാട് മാർക്കറ്റേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ട്. സോ അവർക്ക് അറിയില്ല എത്തരത്തിലൊരു ഇൻഫ്ലുവൻസറിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ട്. നല്ല രീതിക്ക് ഡീൽ ചെയ്യുക. നിങ്ങൾ ആരും ഞങ്ങളെ എങ്ങനെ അഹങ്കാരത്തോടെ ഡീൽ ചെയ്യാതിരിക്കുക. ചില ബ്രാൻഡ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്, ഭയങ്കര വാശിയാണ് അവർക്ക്. അവരൊരു കാര്യം പറഞ്ഞാൽ അത് അവർക്ക് വേണം എന്നുള്ള വാശിയാണ്. ഈവൻ തോ നമുക്കറിയാം നമ്മുടെ പേജിൽ അത് വർക്ക്ഔട്ട് ആകില്ല എന്നറിയാമെങ്കിലും അവർക്ക് വാശിയാണ്, അത് അങ്ങനെ തന്നെ വേണമെന്ന്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഞങ്ങളെ കൂടെ ഒന്ന് സജഷനിൽ എടുക്കുക. പിന്നെ ചിലപ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. ചില ബ്രാൻഡിന് എന്താ വേണ്ടതെന്ന് അവർക്കറിയില്ല.
അവർക്കിപ്പോൾ ഒരു വീഡിയോ, ഓക്കെ, ഒരു റീൽ വീഡിയോ ആണ് നമുക്ക് ഡെലിവറബിൾ വേണ്ടതെന്ന് പറയും. പക്ഷെ ബ്രാൻഡിന് നമ്മളങ്ങനെ ഒരു 3 കോൺസെപ്റ്റും അവർക്ക് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ 3 കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സ്റ്റിൽ അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല അവർക്ക് എന്താണ് വേണ്ടതെന്ന്. അങ്ങനെ വരുമ്പോൾ അറ്റ് ദി എൻഡ് അത് ഭയങ്കര പ്രശ്നമാവും. നമ്മൾ വീഡിയോ ചെയ്ത് ഔട്ട് കൊടുക്കുമ്പോഴായാലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അവർ പറയുന്നത് ഓക്കെ, അവർ തന്നെ സെലക്ട് ചെയ്ത കോൺസെപ്റ്റ് ആണെങ്കിലും ദ അതർ കോൺസെപ്റ്റ് വിൽ വർക്ക് അങ്ങനെ തോന്നുന്നു. സോ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റല്ലേ ബ്രാൻഡിന് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന കോൺസെപ്റ്റ്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്ക്. പിന്നെ എല്ലാം ടൈമിന് നിങ്ങൾ മാറ്റാണ്ടിരിക്കുക. അതായത് വർക്കിംഗ് അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഔട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ അല്ലായിരുന്നു വേണ്ടുന്നത്, അങ്ങനെയായിരുന്നു വേണ്ടുന്നത് എന്ന് ടൈമിൽ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഈവൻ ദോ നല്ല രസമാണ്. ഐ എൻജോയ് അ ലോട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാനും ഇങ്ങനെ സംസാരിക്കാനും. അത്രേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല, കൂളാണ്. ബ്രാൻഡ് വർക്ക് തരേണ്ടത് കൊണ്ട് ഞാൻ പറയും. ഇനി ഒരു ചോയ്സസ് മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ചൈതന്യ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കൊളാബറേഷൻസ്, ടൈപ്പ് ഓഫ് കൊളാബറേഷൻസ് അല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചോയ്സ് മേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റേഴ്സിന് എപ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ് ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഏത് ആപ്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചൈതന്യക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മാർക്കറ്റർ ചൈതന്യയുടെ പേജ് കാണാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് എനിക്ക് പറ്റുന്നുള്ളത്? ലൈക്ക് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറയാം നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടി പ്രൊഡക്ട്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ നേരത്തെ പ്രീ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ആണ് ചൈതന്യക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ആക്ച്വലി എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. അതായത് ഇപ്പൊ ചൈതന്യയുടെ പേജില് പല ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ആണ് വരുന്നത്. അപ്പൊ മാർക്കറ്റ് ഇപ്പൊ ചൈതന്യ തന്നെ നേരത്തെ പറഞ്ഞു, ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഈ ബ്രാൻഡിന്റെ പോസ്റ്റ് നമുക്ക് പറ്റുന്നതാണോ ഇല്ലയോ എന്ന്. ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പേജാണ് ചൈതന്യയുടെ. അപ്പൊ എത്തരത്തിലുള്ള കോണ്ടന്റ്സ് ആണ് ചൈതന്യക്ക് പറ്റുന്നത്, എങ്ങനെയാണ് മാർക്കറ്റേഴ്സ് അത് മനസ്സിലാക്കുന്നത്? ഓക്കെ, ഞാനിപ്പോ എൻ്റെ ഒരു മെയിൻ അക്കൗണ്ടിൽ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് വീഡിയോസും കാണാം, റിലേറ്റബിൾ ആയിട്ട് പോകുന്നതും കാണാം. എനിക്ക് മെയിൽ ഓഡിയൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഫീമെയിൽ ഓഡിയൻസ് കുറച്ച് കുറവാണ്. ഞാൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും സ്ട്രോങ് ഫീമെയിൽ ഓഡിയൻസ് ആണ്. കാര്യം എൻ്റെ ഒരു ഇതിൽ ഫീമെയിൽ ഓഡിയൻസ് വന്നാലേ കാര്യമുള്ളൂ. കാര്യം നമുക്ക് ബ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഫീൽഡ്. അത് വേണമെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ഓഡിയൻസ് വേണം. ഫീമെയിൽ ഓഡിയൻസ് വന്നിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ അല്ലാത്ത ഒരു ബ്രാൻഡ് വരുവാണെങ്കിലും ഇപ്പോ ആളുകൾ കണ്ടിരിക്കണം എന്നതാണെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റിനെ പറ്റി മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആളുകൾ കണ്ടിരിക്കൂല. അത് കുറച്ചും കൂടെ എന്താ പറയാ ഒരു ഡാൻസ് ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെ പോവാണെങ്കിൽ ആളുകൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ബ്യൂട്ടി ബ്രാൻഡുകൾ ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ വേറെ ബ്രാൻഡ്സ് ഉണ്ട്, അവർക്ക് എന്താ പറയാ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് എന്നുള്ള രീതിയിലുള്ള എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വേറെ കുറച്ച് ബ്രാൻഡ്സ് സജസ്റ്റ് ചെയ്യും. സോ ബേസിക്കലി എൻ്റെ കൂടെ ബ്രാൻഡ്സ് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് റീച്ച് മെയിനാണ്. റീച്ച് വേണം നമുക്ക്. പിന്നെ നമ്മുടെ കോണ്ടന്റ് ഇതും കണ്ടിട്ടാണ്. ചില ബ്രാൻഡ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്, ഞങ്ങൾക്കിത് കുറച്ച് ഡാൻസ് ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യാനാണ് താല്പര്യം. ചിലർ പറയും നമുക്ക് ട്രാൻസിഷൻ ആണ് വേണ്ടുന്നത്, നല്ല ക്യാമറ വർക്ക്സ് എഡിറ്റിംഗ് അങ്ങനെയാണ് നമുക്ക് വേണ്ടുന്നത്, അതിലൊരു കോണ്ടന്റ് കൊണ്ടുവരണം. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇസാനോടാണ്. ഇസാന് ബ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവര് ഇസാനെ അപ്രോച്ച് ചെയ്യുന്നത്? എങ്ങനെ ടൈപ്പ് ഓഫ് ഉള്ള ബ്രാൻഡുകളാണ് ഇസാനെ അപ്രോച്ച് ചെയ്യുന്നത് മെയിൻലി? പിന്നെ അച്ചാറ്. ഇസാൻ ഒരു ബ്രാൻഡ് കൊളാബറേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇസാന്റെ നമ്മളിപ്പോ എപ്പോഴും ചെയ്യുന്ന കോണ്ടന്റ് കൊണ്ടല്ലോ വേറെ ആൾക്ക് വേണ്ടി പരസ്യം ചെയ്യുമ്പോൾ ഇസാന്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ പുറത്തല്ലേ വരിക അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഇസാൻ തന്നെയാണോ ചെയ്യുന്നത്? എനിക്ക്
എനിക്കൊരു ബ്രദറുണ്ട്, ബ്രദറാണ് എല്ലാം ചെയ്യുന്നത്. ബ്രദറാണ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്തു തരുന്നത്. ആണ്. അപ്പൊ എങ്ങനെ എങ്ങനെ ഇസാന്റെ ഐഡിയാസ് ഒക്കെ അതിൽ കൊടുക്കാറുണ്ടോ? ഇസാൻ എന്തെങ്കിലും ഇതിൽ ഇന്ന മാറ്റം വരുത്തണം, ഇങ്ങനെ ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഒന്നും പറയാറില്ല. ചെയ്യലാണ് ഏറ്റവും ഇഷ്ടം, അഭിനയിക്കുക എന്നുള്ളതാണ്. അഭിനയിക്കാനാണ് ഇഷ്ടം. ഓക്കെ, താങ്ക് യു. നേരത്തെ പറയുന്നത് പോലെ ഫുഡില് ഒരുപാട് വെറൈറ്റീസ്, ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി കേരള ഫുഡിങ്, അതായത് ഇപ്പൊ ഫുഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഇപ്പം ചില സാധനങ്ങൾ ചിലർക്ക് ഇഷ്ടമാണ്, ചില സാധനങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കുന്നത് വീഡിയോ ചെയ്യുന്ന സമയത്ത്? അതായത് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത്, ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കാറുള്ളത്? കേരള ഫുഡിയുടെ പേജിന് വേണ്ടി മാത്രം യുണീക്ക് ആക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? മറ്റ് ഫുഡ് ബ്ലോഗേഴ്സ് പേജിൽ നിന്ന് കേരള ഫുഡിനെ യുണീക്ക് ആക്കി നിർത്തുന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്? അധികം ഫുഡ് ബ്ലോഗ് കാണാതിരിക്കുക, അത് ഞാൻ ആദ്യം ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ട്രാവൽ ചെയ്ത് വീഡിയോസ് ചെയ്യുക, എപ്പോഴും ഒരേ സ്ഥലത്ത് നിന്ന് വീഡിയോസ് ചെയ്യാതിരിക്കുക. ട്രാവൽ ചെയ്ത് വീഡിയോ ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിൽ മെയിനായിട്ടുള്ള കാര്യം. കുറച്ച് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ഒരേ ഹോട്ടല് പല ആൾക്കാർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് മടുത്തു, ബോറടിച്ചു പോകും. അപ്പോൾ അത് കാരണം അധികം ആൾക്കാർ കാണാത്ത ഭക്ഷണത്തെ കുറിച്ച് പരിചയപ്പെടുത്തുക, പുതിയ ഡിഷസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കോണ്ടന്റ് ക്വാളിറ്റി അതെങ്ങനെയാണ് ഓഡിയൻസ് മെഷർ ചെയ്യുന്നതാണ് ചൈതന്യക്ക് തോന്നിയിട്ടുള്ളത്? കോണ്ടന്റ് ക്വാളിറ്റി ഇനിയിപ്പം നമ്മൾ DSLR എടുത്താലും DSLR-ലെടുത്താലും ഫോണിലെടുത്താലും എന്തിലെടുത്താലും നമ്മുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ സോറി ഗൈസ്, കോണ്ടന്റ് നല്ലതാണെങ്കിൽ അത് പോകും, റീച്ച് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആദ്യമേ DSLR-ലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ പേജ് നല്ല വൃത്തിക്ക് ഭംഗിക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടന്റ് DSLR-ൽ തന്നെ എടുക്കാം. അങ്ങനെയല്ല, കോണ്ടന്റ് DSLR-ൽ. പക്ഷെ ഞാൻ പേഴ്സണലി പണ്ട് DSLR-ൽ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ എൻ്റെ പേജ് നോക്കി അറിയാം, ഞാൻ ഫോണിലും ചെയ്യും. ഞാൻ ഓസ്മോ എന്ന് പറയുന്ന DJ, ഒരു ഓസ്മോ DJ, അതിൽ ചെയ്യും, DSLR-ൽ ചെയ്യും. മിക്സ്ഡ് ആണ് കാണാൻ പറ്റുന്നത്. പക്ഷെ എൻ്റെ റീച്ചിനെയോ ഒന്നിനും അതങ്ങനെ അഫക്റ്റ് ആയിട്ടുള്ള പോലെ എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യാറേ ഇല്ല. എൻ്റെ ഒരു DSLR-ലെടുത്ത വീഡിയോ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ആയിരിക്കും ഫോണിലെടുത്ത വീഡിയോയും പോകുന്നത്. പക്ഷെ നമ്മുടെ പേജ് നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ DSLR-ൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കോണ്ടന്റ് അടിപൊളിയായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇസാൻ കോണ്ടന്റ് ക്വാളിറ്റിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യാറ്? വീഡിയോ പറഞ്ഞു അഭിനയിക്കുന്ന സമയത്തില്ലേ ക്യാമറ പൊസിഷൻസ് ഒക്കെ വെച്ച് അതൊക്കെ കോണ്ടന്റ് ക്വാളിറ്റി. ഇസാൻ പറയുന്നതിനെ എങ്ങനെ ആളുകൾ ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ വലിയ ഇമ്പോർട്ടന്റ് അല്ലേ? ഇസാൻ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ? ഇസാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത് വീഡിയോ എടുക്കുമ്പോൾ? സ്ക്രിപ്റ്റ് എഴുതി തരില്ലേ ബ്രദർ? ഇസാൻ വീഡിയോ എടുക്കാൻ വരും, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇസാൻ? അങ്ങനത്തെ ശ്രദ്ധിക്കല്ല. ജസ്റ്റ് വീഡിയോ എടുക്കുന്നു പോന്നു. അപ്പൊ ബ്രദർ എന്തെങ്കിലും സജഷൻസ് പറയാറുണ്ടോ? ഒറ്റ ടേക്കിലാണോ വീഡിയോസ് എടുക്കാറ്? എത്ര ടേക്ക് വരെ പോകും വീഡിയോസ്? ഫസ്റ്റ് ടേക്ക് 15th ടേക്ക് ആകുമ്പോ എന്താ ഡിഫറൻസ് ആ വരിക? കാക്കക്ക് ദേഷ്യം പിടിക്കും. അതാണ് ചെയ്യാറ്. ഇസാന് വീഡിയോസിന് താഴെ വരുന്ന കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഒന്നും വായിക്കാറില്ല.
കമന്റ്സ് വായിക്കാറില്ല, മെസ്സേജ് നോക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. എല്ലാം കാക്ക നോക്കല്. ബ്രദർ പറഞ്ഞു തരാറുണ്ടോ? ഇസാനുണ്ട് ഈ ചേച്ചി പറഞ്ഞു, ഈ ചേട്ടൻ പറഞ്ഞു, നല്ലതായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഒന്നും പറയാറില്ല, ഫീഡ്ബാക്കും ഇല്ല. വീഡിയോ എടുക്കുന്നു പോന്നു, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇസാൻ ഒരു സെലിബ്രിറ്റി ആണെന്നറിയാവോ? അറിയാം. അതെങ്ങനെ അറിയാം? ഇസാൻ സെലിബ്രിറ്റി ആണ് എങ്ങനെ അറിയാം? വീഡിയോ എടുത്തിട്ട് ഇസാനെ ആൾക്കാരൊക്കെ കാണുമ്പോ വീഡിയോ എടുത്തിട്ട് അപ്പൊ അതിന്റെ അവരെന്താ പറഞ്ഞത്? ഇസാനെ പേഴ്സണലി വന്ന ആൾക്കാർ കാണാറുണ്ട്. അവരേറ്റവും ആരെങ്കിലും കാണാൻ വന്നിട്ട് കുട്ടിയോട് പറഞ്ഞ കാര്യം എന്താ? ഇഷ്ടപ്പെട്ട കാര്യം? അത് ഫോട്ടോ എടുക്കട്ടെ. അതാണ് ഇസാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ബാക്ക് ടു കേരള ഫുഡി. ബാക്ക് ടു കേരള ഫുഡി. നേരത്തെ ചൈതന്യോട് ചോദിച്ച പോലെ കോണ്ടന്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് തോന്നുന്നത്? ചില വീഡിയോ നമുക്ക് തന്നെ തോന്നും അത് DSLR എടുത്താൽ കൊള്ളാറുണ്ട്, അങ്ങനെയാണ്. അത് മാത്രം DSLR ചെയ്യാം. ചിലതിന് നോർമൽ മൊബൈലിന്റെ ആവശ്യം തോന്നുന്നതിന് അങ്ങനെ ചെയ്യുന്നു. ചില ബ്രാൻഡുകൾ പറയുമ്പോൾ ക്വാളിറ്റി വീഡിയോ മലയാളികളുടെ സ്വന്തം എംഫോടെക്, ക്രാഫ്റ്റ്, ഫുഡ്, ട്രാവലർ, ടെക്, നാലും ഒരു കുടക്കീഴിൽ. We welcome you sir to the Creators and Marketers Summit. Thank you. ഹായ്. ജിയോയ്ക്ക് എന്താണ് ഈ ഒരു ഓഡിയൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സുഖല്ലേ? വരാനായിട്ട് കുറച്ചധികം വൈകി പോയി. അതാണ് സ്പിരിറ്റ്. ഒരു ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും നല്ല എനർജി ഉള്ള പിള്ളേരല്ലേ? എന്ത് എനർജി! അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ വൈകി വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഓഡിയൻസ് സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇവരോട് 4 പേരോടും? ഞാനൊരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്, നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, സക്സസ് അല്ല, കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്, സക്സസ് ആവാനല്ല ബുദ്ധിമുട്ട്, ആ സക്സസ് ആയ പൊസിഷനിൽ നിലനിൽക്കാനാണെന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എത്തിയിട്ടുണ്ട്. ഇപ്പോ പലപ്പോഴും ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, പലരും ഒരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോവാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ അത് ഇന്ന് നമ്മുടെ കണ്ടന്റിന് റീച്ച് കുറയുക, അതല്ലെങ്കിൽ വേണ്ട ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോസ് കുറയുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് തോന്നാറുള്ളത്? ഞാൻ പറയട്ടെ. ഓക്കെ. ഭയങ്കരമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. സത്യം പറയാലോ, ഇവിടെ വരെ എത്തിക്കാനല്ല പാട്, ആ എത്തിച്ച സാധനം ആ ഒരു പാരലലി അല്ലെങ്കിൽ അതിനൊന്ന് ഇടയ്ക്ക് ഒന്ന് കയറ്റി കൊണ്ടുപോവാനാണ് ഭയങ്കര പാട്. കാരണം അതുവരെ നമുക്ക് അല്ലടാ കളിച്ച് ചിരിച്ചൊക്കെ പോവാം. പക്ഷെ നമുക്കൊരു ലെവൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ എന്താ പറയാ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യമല്ല, നമുക്ക് നല്ലൊരു ഏണിങ്സ് അതിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഒരു 10 പേര് നമ്മളെ പുറത്ത് പോകുമ്പോൾ നമ്മൾ അറിയപ്പെടണോ, കുറച്ച് പേരുടെ ഉള്ളിൽ ശ്രദ്ധിക്കപ്പെടണം. പക്ഷെ എല്ലാത്തിനും ഒരു പീക്ക് കഴിഞ്ഞിട്ട് ഒരു ഡൗൺ ഉണ്ട്. ആ സമയമാണ് ഏറ്റവും പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റവന്യൂടെ കാര്യമായാലും അല്ലെങ്കിൽ
ഇപ്പോ എല്ലാവരുടെ ഇടയിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്ന കാര്യമായാലും നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് കറക്റ്റ് റീച്ചിലെത്തുന്ന കാര്യമായാലും എല്ലാത്തിനും നമുക്ക് ആ ഒരു പീക്കിലെത്തിക്കാൻ പറ്റും. കാരണം ഒരു എവിടെന്നെങ്കിലും ഒരു സ്ട്രൈക്ക് ഒക്കെ നമുക്ക് കിട്ടി നമുക്ക് നല്ലൊരു ഭാഗ്യമുള്ള ടൈമിലാണെങ്കിൽ അവിടെ വരെ എത്തിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അത് കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയാണ്. കാരണം പുതിയ പിള്ളേർ വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കേണ്ട സാഹചര്യം വരും അല്ലെ? അതുകൂടി ഉണ്ട്. മാറിക്കൊടുക്കില്ല. അതാണ്. അപ്പോ ആ പറഞ്ഞത് ഭയങ്കര ഒരു ചോദ്യമാണ്. അത് ഭയങ്കര പാടാ. നമ്മൾ എത്തിക്കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സത്യം ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വേണ്ടി അപ്പൊ പറഞ്ഞുതരാം. പക്ഷെ സംഭവം ഭയങ്കര പാടാട്ടോ. മെയിൻറ്റെയിൻ ചെയ്ത് പോക്ക് ഭയങ്കര പാടാ. ഞാൻ എത്തിയിട്ടില്ല, എത്തിക്കഴിയുമ്പോ ആലോചിക്കാം. എളിമ ഭയങ്കര എളിമയാ. ഭക്ഷണം കഴിക്കുമ്പോഴും ഭയങ്കര എളിമയാണ്. 2 ബിരിയാണിക്ക് ഇരുന്നിരിക്കുന്നു തിന്നും. ഒരു കോർണറിൽ ഇത്തിരി കൂടെ അറിയില്ല. എനിക്ക് അറിയില്ല, പക്ഷെ എനിക്കൊരു എന്താ പറയാ, ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര റീച്ചായി പോയിട്ട് പിന്നെ ഒരു കോണ്ടന്റ് ഒരു സ്റ്റക്ക് വരാറുണ്ട്. ഇനി ഒരു വീഡിയോ ഒരു 10 മില്യൺ അടിച്ചു എന്ന് വെച്ചോ, അപ്പൊ ഇനി അടുത്ത വീഡിയോ ഇടുമ്പോ അയ്യോ ഇനി അടുത്ത വീഡിയോ ഹിറ്റ് ആയില്ലെങ്കിൽ എന്തോ ചെയ്യും, അങ്ങനെ പറഞ്ഞ് ഞാൻ ഇടാണ്ടിരുന്നിട്ട് അക്കൗണ്ട് റീച്ച് അങ്ങ് കുറയ്ക്കും. അതാരും ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരാ. പിന്നെ നമ്മൾ ആലോചിക്കും പക്ഷേ അന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കാം. പിന്നെ അങ്ങനെ എന്താ പറയാ, ഡിപ്രഷൻ ഒന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വ്യൂസ് പറയുമ്പോ ഞാൻ ആദ്യം ചിരിച്ചായിരുന്നു, ചേട്ടാ വ്യൂസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. Okay, so we have the next question from Ijaz. ഹായ്, കേരള ഫുഡിയോടാണ് ചോദ്യം. ഹലോ, ഞാൻ കേട്ടിട്ടുള്ളത് ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് പ്യൂർ വെജിറ്റേറിയൻ ആണെന്ന്. ഭയങ്കര സ്ലോ ഉണ്ട് കേട്ടോ. ഞാൻ 0.5 സംസാരിക്കുന്നത്. അപ്പോ ഈ ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് കടന്നതിന് ശേഷമാണ് നോൺ വെജ് കഴിക്കാൻ തുടങ്ങിയത്. ഫുഡ് ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണോ? ഐസ് ദ ജേർണി? കാലം പ്രേമിച്ച് പ്രേമത്തിന് വേണ്ടി എല്ലാം തിരിച്ച കാലം പണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാത്തിനും. ഇപ്പൊ എന്താ കഴിച്ചാൽ ക്ലാസ് ഞാൻ പാമ്പിനാരെ കഴിച്ചു. എന്ത് രസം. അവൻ എന്താ പേഴ്സണലി അറിയാം, അതാണ് അവൻ ആ ചോദ്യം ചോദിച്ചത്. പിന്നെ ഞാനൊരു 4 വർഷം വെജിറ്റേറിയൻ ആയിരുന്നു. ആൻഡ് 4 വർഷം കഴിഞ്ഞ് പേജ് തുടങ്ങിക്കൊണ്ടാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ ആയത്. യെസ്, അതാണ് അതിന്റെ കാര്യം. Okay, next we have Milan. ഹായ്, എനിക്ക് എല്ലാവരും കൂടി ആയിട്ടാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾ എല്ലാവരും ഡെയിലി ഓരോ വീഡിയോസ് വെച്ച് ഇടുന്നവരാണല്ലോ. അപ്പൊ നിങ്ങൾ റിസർവിൽ എത്ര വീഡിയോസ് ആണ് എടുത്ത് വെക്കാറ്? ലൈക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് എത്ര വീഡിയോ കയ്യിൽ കീപ്പ് ചെയ്യും ഡെയിലി പോസ്റ്റ് ചെയ്യാനായിട്ട്? അതുപോലെ തന്നെ നിങ്ങൾ പല ടൈമിലായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും. ഒരു ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ വീഡിയോ ഇടാനായിട്ട്? ഇന്ന ടൈമിൽ വീഡിയോ ഇടുമ്പോൾ റീച്ച് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ? എല്ലാം ഓരോ അന്ധവിശ്വാസങ്ങളാണ്. ഞാൻ പറയില്ല, അങ്ങനെയല്ല. ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ആളല്ല. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിരുന്നു. പിന്നെ എൻ്റെ 3 വീഡിയോ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി തൊട്ട് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും റീച്ച്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ കുറച്ച് വീഡിയോ സ്റ്റോക്കിൽ ഞാൻ വെച്ചേക്കും. ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ 4 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് പോയിരിക്കും. ഫ്രൈഡേ എന്തായാലും 4 മണിക്ക് ഒരു വീഡിയോ എന്തായാലും പോയിരിക്കും. എല്ലാവരും ഓർത്ത് വെച്ചോളൂ. എന്റെ കേസിലാണെങ്കിലേ എനിക്ക് ഭയങ്കര പാടാ വീഡിയോ ഉണ്ടാക്കാനായിട്ട്. കാരണം മിക്കവാറും ഒക്കെ പൊട്ടിത്തെറിക്കണതും കത്തിപ്പോണതും അല്ലെങ്കിൽ ബാറ്ററി കൊടുത്താൽ കറങ്ങണതും അങ്ങനത്തെ ഒക്കെ ഇരിക്കുള്ളൂ.
അപ്പോൾ ഏകദേശം ഒരു വീഡിയോ തീരാൻ മിനിമം 3 ദിവസം എടുക്കും. ചില വീഡിയോ 1 മാസമൊക്കെ എടുക്കും തീരാനായിട്ട്. അത് വേറൊരു സൈഡ്. അപ്പോൾ എനിക്ക് എപ്പോൾ വീഡിയോ ചെയ്ത് തീരണോ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ ഇടണം. അതായത് എൻ്റെ സ്റ്റോക്കൊന്നും ഉണ്ടാവില്ല വീഡിയോ. അതന്നെയല്ല, സ്റ്റോക്ക് വെച്ചാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് എങ്ങനെയെങ്കിലും ഇടണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കുമല്ലോ എപ്പോഴും. ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന്. പിന്നെ സമയം ചോദിച്ചായിരുന്നു ഏത് ടൈമാണ് എന്നുള്ളത്. എനിക്ക് കൂടുതൽ ഓഡിയൻസ് വരുന്നത് കുട്ടികളാണ്. ഒരു 5ാം ക്ലാസ് തുടങ്ങി ഒരു +2 അല്ലെങ്കിൽ ഒരു കോളേജ് ലെവൽ കുട്ടികൾ. അപ്പോൾ ഇവർക്ക് ക്ലാസ് വിട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞ ഒരു 4 മണി. അപ്പോൾ 4 മണി കഴിഞ്ഞ് ചായ കുടിച്ച് ഇവര് കളിക്കാൻ പോയി വീട്ടിൽ വന്നു കഴിയുമ്പോൾ 6 മണി 6:30. അപ്പൊ ഞാൻ 7 മണിക്ക് ഇടും. അപ്പോ അതും എല്ലാ ദിവസവും 7 മണിക്കല്ല, വെള്ളി ശനി ഞായർ. കാരണം ഈ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഫോൺ കൂടുതലായിട്ട് കാരണവർ കൊടുക്കും. അപ്പൊ എന്റെ ഓഡിയൻസിനെ എനിക്ക് ബീറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് കറക്റ്റ് ടൈം. അപ്പൊ അങ്ങനെ നോക്കി ചെയ്യും. നിങ്ങളുടെ ഞാന് സ്കൂളില്ലാത്ത ദിവസമാണ് വീഡിയോ ഇടല്. അന്ന് തന്നെ ഒരു 2-3 വീഡിയോ എടുത്ത് വെച്ചിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യും. നീ എംഫോട്ടെക്കിന്റെ വീഡിയോ കാണാറുണ്ടോ? പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസവും ഇല്ല, ഒരു സമയവും ഇല്ല. വീഡിയോ കയ്യിലുണ്ട് തീർച്ചയായിട്ടും. വീഡിയോ ഉണ്ടാവാനാണ് ബുദ്ധിമുട്ട്. പിന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ വീഡിയോ ആൾക്കാർ ഷെയർ ചെയ്യും, വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ ചാൻസ് ഉള്ള വീഡിയോസാണ്. അങ്ങനെയുള്ളതാണെങ്കിൽ ഞാൻ ഏത് സമയത്തിട്ടാലും എനിക്ക് പേടിയില്ല. കാരണം അതിന്റെ അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആൾക്കാർ ഷെയർ ചെയ്യുന്ന വീഡിയോസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആണ്. അത് എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടി അയച്ചു കൊടുക്കാം. ഇറങ്ങിയപ്പോൾ ഒരു പുതിയൊരു സ്ഥലമാണ്, അപ്പോൾ വേറൊരു ഫ്രണ്ടിനായിട്ട് പോകാൻ ആഗ്രഹമുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ ഏത് സമയത്തിട്ടാലും വർക്കാവും. അതല്ലാത്ത ഒരു പുഷ് വേണമെന്ന് തോന്നുന്ന വീഡിയോസ് ആണെങ്കിൽ നമ്മളുടെ ഇൻസൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഓഡിയൻസ് ഏറ്റവും കൂടുതലുള്ള സമയം ആ ഒരു സമയത്തിന് ഒരു 1 hour മുമ്പായിട്ട് ഇടുക എന്നുള്ളതാണ്. Okay, next is a final question from Alan. ഹായ് ഇസാൻ. ഹായ്. ഇസാന്റെ വലിയ ഫാനാണ് കേട്ടോ. താങ്ക് യു. ആക്ച്വലി ഇസാൻ എന്നാണ് പേരെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. മീൻസ് മുഖമാണ് ഓർമ്മ അല്ലേ. ഇസാന്റെ മുഖം കൊണ്ടാണ് ഫാനായെന്ന് പറയും. ഇസാന്റെ ആക്ടിങ് പരിപാടിയും പെർഫോമൻസും ഒക്കെ കണ്ടിട്ട് ഒരു വഴിതെറ്റി പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, അതാണ് ആദ്യം കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം പേജിലെ മിക്ക വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ ആക്ടിങ് ഒക്കെ. പിന്നെ ഗോവിന്ദിനോടാണ് അടുത്ത് ചോദിക്കാനുള്ളത്. ഗോവിന്ദ് പറഞ്ഞൊരു 12 വർഷം ഗവൺമെന്റ് സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഈ കോണ്ടന്റ് ക്രിയേഷൻ പരിപാടിയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള രീതി. അപ്പം എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട് മൈൻഡിൽ വരുന്നത് എന്നുള്ളതാണ്. മീൻസ് 12 വർഷം ഒരു ഗവൺമെന്റ് സെക്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഐഡിയ ആയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളൊരു തോട്ട് വന്നേ എന്നുള്ളതാണ് ചോദ്യം. അതേപോലെ തന്നെ ഈ എംഫോട്ടെക്കിനോടും ചൈതന്യോടും ഏത് ടൈമിലായിരിക്കും നിങ്ങളുടെ മൈൻഡിലും ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തോട്ട് വന്നേ നിങ്ങളുടെ ചുരുക്കി എന്നറിയാൻ സാധിച്ചാൽ നന്നായിട്ട്. ഞാൻ ആക്ച്വലി 18ാമത്തെ വയസ്സിലാണ് ഗവൺമെന്റ് ജോബിൽ കയറുന്നത്. സോ എനിക്ക് ആക്ച്വലി എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ കമ്പാഷനേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടിയ ജോലിയാണ്. അന്ന് എനിക്ക് ആക്ച്വലി ജോലിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ആരാ കോളേജിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഞാൻ 2nd ഇയർ പോകാൻ പറ്റാതെ കോളേജിലേക്ക് പോവാണ്, ജോലിക്ക് പോവാണ്. ഞാൻ എവിടേക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ഡേ ജോലിക്ക് പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ആദ്യത്തെ ദിവസമാണ്, ഉച്ചയാവുമ്പോൾ എന്നെ വിടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ അമ്മയുടെ ഒപ്പമാണ് ജോലിക്ക് പോണേ. ഫസ്റ്റ് എനിക്ക് അപ്പം ആലോചിക്കുമ്പോൾ ഞാൻ LKGക്ക് എൻ്റെ അമ്മേനെ കൊണ്ടാക്കിയത് എനിക്ക് ഓർമ്മ വരണേ. ഹാഫ് ഡേ കഴിയുമ്പോൾ വിടുമല്ലോ, അപ്പൊ തിരിച്ച് അമ്മയുടെ ഒപ്പം തന്നെ പോരാ. ആദ്യത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം അവിടെ കൊണ്ടാക്കിയിട്ട് അമ്മ പോയി. പിന്നെ എനിക്ക് അവിടെ ഇരുന്നിട്ട് എനിക്ക് മനസ്സിലാവണം എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 50 വയസ്സും അങ്ങനെ ഒരു എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒരു പ്രായമുള്ള ആൾക്കാർ. സോ എൻ്റെ പ്രായത്തിൽ ആ കോർപ്പറേഷനിലേ ആരുമില്ല. അപ്പോൾ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ അതൊരു എന്താ ഒരു ഡെയിലി റുട്ടീൻ പോലെ കണ്ടു നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ. ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു,
ബാത്റൂമിൽ പോകുന്നു, അപ്പിയിടുന്നു. അതുപോലെ ആ ഒരു റുട്ടീനിൽ പെടുന്ന ഒരു കാര്യമായിട്ട് ആ ജോലിനെ കണ്ടു. ആൻഡ് എൻ്റെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ഞാൻ വോളിബോൾ കളിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കാൻ പോകും, ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും, ബോക്സിങ്ങിന് പോകും. അതിൻ്റെ കൂടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഭക്ഷണം കഴിക്കാൻ പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഫുഡ് കഴിക്കാൻ പോകും. എനിക്ക് സാലറി ഇടുന്നതിൻ്റെ പകുതി പൈസ ഒന്നില്ലെങ്കിൽ ഷൂ വാങ്ങിക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് കളയാറ്. അപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പതുക്കെ ഇതിൽ നിന്ന് നമുക്ക് പൈസ കിട്ടി തുടങ്ങി. പിന്നെ അത് രസമുള്ള പരിപാടിയാണല്ലോ. കുറച്ച് കൂടി നമ്മൾ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ലീവ്, ഗവൺമെന്റ് ജോബിൽ അത്യാവശ്യം ലീവൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ചില ടൈമിൽ ഒരു 10 day ഒക്കെ അടുപ്പിച്ച് ലീവ് വരും. ഓണത്തിൻ്റെ ടൈമിൽ ഒരു 3 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഒരു 9 days 10 days അടുപ്പിച്ച് ലീവ് വരും. ആ സമയത്ത് എന്തെങ്കിലും ട്രിപ്പ് പോകും. ആ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം വീഡിയോസ് എടുത്ത് വയ്ക്കും. സാറ്റർഡേ സൺഡേ എന്തായാലും എവിടെയെങ്കിലും പോയി വീഡിയോ എടുക്കും. പാഷനേറ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ നമുക്ക് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ വന്നു തുടങ്ങി. നമുക്ക് റിട്ടേൺ വരുന്നുണ്ട്, നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്ന് നമുക്കൊരു ടൈമിൽ നമുക്ക് തോന്നുമല്ലോ. ആ സമയത്ത് നമ്മൾ ഫിറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അത്രയും സമയം എടുക്കണമെന്ന് ഞാൻ പറയില്ല. പിന്നെ ഒരാള് ലൈഫിൽ സക്സസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും സക്സസ് ആവും. അതിനങ്ങനെ പ്രത്യേകിച്ചൊരു പ്രായമോ അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ ഒരാളുടെ പാഷൻ കണ്ട് നമുക്ക് ഭയങ്കര ഈജി ആയിട്ടായിരിക്കും. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമുക്ക് എന്താണ് നമ്മുടെ കഴിവ്, നമ്മൾ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക അത് കണ്ടുപിടിക്കാനുള്ള ഒരു പാടാണ്. അതൊരു വലിയ മൊമെന്റ് ആണ്. അത് റിയലൈസ് ചെയ്യാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറെ ടൈം എടുക്കും. ഞാൻ 12 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് എനിക്ക് റിയലൈസ് ആയത്. ആ സമയത്ത് ഞാൻ കിറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ കിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 60 വയസ്സ് വരെ ഞാൻ അതേ ജോലിയിൽ തന്നെ തുടരേണ്ട വന്നായിരുന്നു. ഇതൊന്നും അല്ല കേട്ടോ, ഇവൻ ബേസിക്കലി ഭയങ്കര മടിയനാ. സ്ഥിരമായിട്ട് ജോലി ചെയ്യാനൊന്നും ഇഷ്ടമില്ല. അതല്ല സംഭവം. ഇതിങ്ങനെ പറയുമ്പോ പച്ചയ്ക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് പുള്ളി. ഇങ്ങനെ സ്ഥിരം പണിക്കൊന്നും പോകണമെന്ന് ഇഷ്ടമല്ല, അതല്ല സംഭവം. എന്നോട് ചേട്ടൻ എന്തോ ചോദിച്ചായിരുന്നു അല്ലേ, ഞങ്ങളുടെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു. അപ്പൊ M4Tech എന്ന് പറയുന്ന ഒരു ചാനലിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ പ്രവീണ വന്ന് കയറിയിട്ടുണ്ടാവും. അവിടെ വണ്ടി പറഞ്ഞു, പ്രവീ വരില്ല അതങ്ങനെയാ, ഇല്ല അത് കേറില്ല. പ്രവീൺ ആണ് M4Tech എന്ന് പറയുന്ന ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, യൂട്യൂബ് ചാനല് 2017 അപ്പോ ഞാൻ അന്ന് ഇവിടെ SFOയിൽ വർക്ക് ചെയ്യണു കാക്കനാട്. അപ്പോ അതിനു മുമ്പ് ഞാൻ പോളി കഴിഞ്ഞ് കുറെ നാള് കൽപ്പണിക്ക് പോയായിരുന്നു, തേപ്പിന് പോയായിരുന്നു, കാല വൃത്തിയാക്കാൻ വരെ പോയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം നമ്മളെ പ്രവീൺ വിളിക്കുന്നത്. അതായത് യൂട്യൂബ് ആളുകൾ കണ്ടു തുടങ്ങുന്ന സമയം. അന്ന് അംബാനി മറ്റേ ഫ്രീ നെറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലേ, കൊടുത്തിട്ടില്ലേ? കൊടുത്തു തുടങ്ങിയെന്ന് തോന്നുന്നു. ആ ഒരു സമയത്താണ് പ്രവീൺ വിളിക്കുന്നത്. പ്രവീൺ എന്ന് പറഞ്ഞാൽ നല്ല ഇൻട്രോവേർട്ടാ, ആരോടും അങ്ങനെ സംസാരിക്കൊന്നുമില്ല, എന്നോട് തന്നെ. അപ്പൊ പ്രവീൺ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്, എടാ യൂട്യൂബില് ഞാനൊരു സാധനം തുടങ്ങുന്നുണ്ട്, നീ വരുമോ, ആങ്കർ ചെയ്യോ? അപ്പോ ഇങ്ങനെ ഒരാള് നമ്മളോട് പെട്ടെന്ന് വിളിച്ചിട്ട് എന്താണ് യൂട്യൂബ് എന്താണെന്നും അറിയില്ല, ഞാനൊരു സാധനം തുടങ്ങണ്ട യൂട്യൂബില്, നീ ആങ്കർ ചെയ്യോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പണിയൊന്നുമില്ലല്ലോ, ഞാൻ വരാടാ. അങ്ങനെ ചെന്നു. അപ്പോ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബാനി നെറ്റ് ഇങ്ങനെ വാരിക്കോരി തരായിരുന്നു. ഇന്ന മക്കളെ പിടിച്ചോ 6 മാസം ഫ്രീ